നന്ദി പറയുന്നു. ഈ കുരിശ് യാത്രയില് ഞങ്ങൾക്കും അങ്ങേ പ്രിയപുത്രനെ വിശ്വസ്തയോടെ അനുഗമിക്കണം. അതിനാൽ ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയുള്ള അങ്ങയുടെ രക്ഷണീയ കർമ്മത്തിൽ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടെ പങ്കുചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കുരിശിന്റെ വഴി കഴിക്കുന്നവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, കാരുണ്യനാഥേ, ഈശോയോട് എന്നും വിശ്വസ്തയായിരുന്നവളെ, നിന്റെ പ്രിയപുത്രന്റെ ദുഃഖകരമായ കാൽപ്പാടുകളിലൂടെ യാത്ര ചെയ്യുന്നതിന് നിന്റെ പുത്രന്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, കർത്താവിന്റെ തിരുമുറുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പഠിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രധാന പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് അവനെതിരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. പല കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ വണങ്ങി ആരാധിക്കുന്നു. എല്ലാ മാനുഷിക വിലയിരുത്തലുകളെയും എങ്ങനെ സ്വീകരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അന്യായമായി ആരെയും വിധിക്കാതിരിക്കാനും കഠിന വിധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം, ഈശോ മിശിഹ കുരിശു ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വിധിരക്ഷിച്ചു. കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മുൾക്കിരീടവും ചുമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഭാരമേറിയ ശ്ലീവാമരം ചുമന്നുകൊണ്ട് പോകുന്നതിന്മേൽ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും രോഗങ്ങളും സഹനങ്ങളും ക്ഷമയോടുകൂടെ സഹിച്ച് അങ്ങയെ അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം, ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശും കൊണ്ട് വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഏറ്റവും നിസാരവും ബോധപൂർവവുമായ അവിശ്വസതയിലും പാപങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലം, ഈശോ മിശിഹ തന്റെ പരിശുദ്ധ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ ഒരു അടയാളവുമായിരിക്കും.
അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, പരിശുദ്ധ മാതാവ് അങ്ങേ എതിരെ വരുന്നതിനെ കണ്ട് പറഞ്ഞൊപ്പിക്കാനാവാത്ത ദുഃഖസങ്കടങ്ങൾ അനുഭവിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. നിന്റെ പ്രിയപുത്രന്റെ കുരിശ് യാത്രയിൽ കൂടെ നിന്നതുപോലെ ഞങ്ങളുടെ സഹന നിമിഷങ്ങളിലും പ്രത്യേകിച്ച് മരണനേരത്തും ചേർന്ന് നിൽക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 5-ാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശുകാരിൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ ആ വഴി വന്ന ശിമയോൻ എന്ന ഒരു കിറേനക്കാരനെ പിടിച്ചു നിർത്തി കുരിശു ചുമലിൽ വെച്ച് യേശുവിന്റെ പുറകെ ചുമന്നുകൊണ്ടുവരുവാൻ നിർബന്ധിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ കുരിശു ചുമക്കുന്നതിന് ശിമയോൻ എന്ന മഹാത്മാവ് സഹായിക്കുന്നതിനെ ധ്യാനിച്ച് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്തയും വാക്കുകളും പ്രവൃത്തികളും പൂർണ്ണമായും നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാകട്ടെ. ഞങ്ങളുടെ കുരിശുകളായ ദുഃഖസങ്കടങ്ങളെ നല്ല മനസ്സോടുകൂടെ സ്വീകരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 6-ാം സ്ഥലം, വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, വെറോനിക്ക അങ്ങേ തിരുമുഖം തുടയ്ക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഗുരുനാഥ, ഞങ്ങളുടെ കണ്ണുകളും കരങ്ങളും അധരങ്ങളും ഹൃദയവും എപ്പോഴും കരുണാർദ്രമായിരിക്കുവാൻ കൃപ ചെയ്യണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 7-ാം സ്ഥലം, ഈശോ മിശിഹ 2-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് രണ്ടാമതും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ ഇനിമേൽ യാതൊരു പാപത്തിലും വീഴാതിരിക്കാൻ കൃപ ചെയ്യണമേ. ഞങ്ങൾ പാപത്തിൽ വീണുപോയാൽ ഉടൻ തന്നെ എഴുന്നേൽക്കുവാനും നിന്റെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 8-ാം സ്ഥലം, ഈശോ മിശിഹ ഓസ്ലെ നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. കാരുണ്യവാനായ ഈശോയെ, അങ്ങയെ നോക്കി കരയുന്ന ഓസ്ലേം പട്ടണത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. വിശുദ്ധ മാമോദീസായ്ക്കും വിശ്വാസത്തിന്റെ കൃപയ്ക്കും
ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് എപ്പോഴും മനസ്താപപ്പെട്ട് കരയുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ നോവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 9-ാം സ്ഥലം. ഈശോമിശിഹ 3-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുവാൻ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവരിലൂടെ നിറവേറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്ലീവാമരത്തിൽ കീഴ് വീണ്ടും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, എനിക്ക് സ്വന്തമായുള്ളതെല്ലാം സമ്പൂർണമായി നിനക്ക് നൽകുന്നു. ചാവുദോഷത്തോടുകൂടി മരിച്ച് നിത്യനരകത്തിൽ വീഴാതിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ നോവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 10-ാം സ്ഥലം. ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കയ്പുനീര് കുടിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സകലത്തിനും ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങിയ ഈശോയുടെ ഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ നോവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലം. ഈശോമിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥായിൽ അവർ അവനെ കൊണ്ടുവന്നു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂർ ആയിരുന്നു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്ലീവാമരത്തിന്മേൽ തറയ്ക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഓ ഏറ്റവും പരിശുദ്ധ സ്നേഹമേ, നിന്റെ സ്നേഹത്തിന്റെ നിറവില് ഞങ്ങളുടെ ഹൃദയം ഭരിക്കണമേ. ഈ ലോക സന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് പരലോക ഭാഗ്യം മാത്രം തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12-ാം സ്ഥലം. ഈശോമിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. വയനാട് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരത്തിന്മേൽ മരിക്കുന്നതിനെ ഞങ്ങൾ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷക, നിന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ ഞങ്ങളെ മറയ്ക്കണമേ. അങ്ങയെ മാത്രം സ്നേഹിച്ചും ദൈവേഷ്ടപ്രസാദത്തോടു കൂടി മരിച്ച് മോക്ഷത്തിൽ അങ്ങയോടുകൂടെ ഒന്നിച്ചിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തല്ലണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ നോവുകൾ
ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം. ഈശോമിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വേണ്ടി രക്ഷിച്ചു. കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അരിമത്യാക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്ത് മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം സ്ലീവായിൽ നിന്നിറക്കി അങ്ങേ വ്യാകുല മാതാവിന്റെ മടിയിൽ കിടത്തിയതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നിന്റെ കാരുണ്യത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശ അനുദിനം വർദ്ധിപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ഹൃദയങ്ങളില് അങ്ങേ തിരുമുറിവുകളും പരിശുദ്ധ മാതാവിന്റെ വ്യാകുലതകളും പതിച്ചൊല്ലണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ രൂപകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14-ാം സ്ഥലം. ഈശോമിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോസഫ് ശരീരം എടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതുക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് അവൻ പോയി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം കല്ലറയിൽ അടക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ മരണത്തോളം അങ്ങേ സ്നേഹിച്ച് ഞങ്ങളെ ഫരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ആത്മാവിനെ പോലും നഷ്ടപ്പെടുത്തി കളയാതെ നിത്യഭാഗ്യം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് മനോഗുണം ചെയ്തള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങേ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗൗനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ടീമിനോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ ഏറ്റവും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, വേണ്ടി ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. മനസ്താവ പ്രകരണം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ.
ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? മുന്തിരി ഞാൻ നട്ടു നിങ്ങൾക്കായി, മുന്തിരി ചാറൊരുക്കി വച്ചു. എങ്കിലും ഈ കയ്പു നീരല്ലേ ദാഹശാന്തിക്കെനിക്കു നൽകി. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ നോമ്പുകാല ചിന്തയായ തീർത്ഥയാത്രയുടെ 33-ാം ദിനമായ ഇന്ന് നമ്മളോട് ദൈവവചനം പങ്കുവെച്ച് സന്ദേശം നൽകുന്നതായിട്ട് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് സ്നേഹബഹുമാനപ്പെട്ട ലിജു അച്ഛനാണ്. അച്ഛൻ CMF സഭാംഗമാണ്. അച്ഛൻ ഇപ്പോൾ വയനാട്ടിലാണുള്ളത്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു. ലിജു അച്ഛാ. ഹലോ. അച്ഛാ കാണാം. അച്ഛാ പറഞ്ഞോളൂ. കാണാൻ കേൾക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ഒരു നല്ല ദിവസം നേരെയാണ് എല്ലാവർക്കും. ഇന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കിട്ടിയിരിക്കുന്ന വചനം അല്ലെങ്കിൽ സന്ദർഭം എന്ന് പറയുന്നത് കുരിശിന്റെ വഴിയിലെ 8-ാമത്തെ സ്ഥലത്ത് ഭക്തിയ സ്ത്രീകള് ഈശോയുടെ കണ്ട് ഈശോയെ ആശ്വസിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഈശോയോട് പറയുകയാണ്, നിങ്ങൾ എന്നെ ഓർത്തല്ല കരയേണ്ടത്, നിങ്ങളെ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുക എന്ന് പറഞ്ഞ ഈശോ അവരെ കടന്നു പോവുക. എനിക്ക് ഈ വചനത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ എന്നെ കുറിച്ച് ധ്യാനിച്ചപ്പോഴേക്ക് എന്റെ മനസ്സിലേക്ക് വന്ന 1-2 ചിന്തകളാണ് ഞാൻ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈശോയുടെ പീഡാസഹനങ്ങളെ ഓർത്ത് കരയാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. മറിച്ച് ഈശോ നമുക്ക് വേണ്ടി ചെയ്ത അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എടുത്ത ആ സഹനം, കുരിശിന്റെ വഴി അല്ലെങ്കിൽ കുരിശ്, അത് മനസ്സിലാക്കിക്കൊണ്ട് ഈശോയെ തിരിച്ച് സ്നേഹിക്കാനായിട്ട് അല്ലെങ്കിൽ ഈശോയുടെ കൂടുതൽ ആത്മാർത്ഥതയോടെ ഈശോയോട് ചേർന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. മറിച്ച് ഈശോയുടെ കുരിശിന്റെ വഴിയെ ധ്യാനിച്ചുകൊണ്ട് ഈശോയുടെ വീഴ്ചകളെയും ഈശോ അനുഭവിച്ച പീഡകളെ ഓർത്ത് കരയുന്നതിനേക്കാൾ കൂടുതൽ ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തില് 7-ാമത്തെ അധ്യായത്തില് 21-ാം വാക്യത്തിൽ പറയുക, കർത്താവെ എന്ന് വിളിക്കുന്നവരല്ല, മറിച്ച് എൻ്റെ പിതാവിന്റെ ഇഷ്ടം, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. കാരണം നമ്മുടെ കരച്ചിലുകള് പത്രോസ് പറയുന്നുണ്ട് അല്ലെ, പത്രോസ് ഈശോയ്ക്ക് ഈ സഹനങ്ങൾ ഉണ്ടാകുമെന്ന് ഈശോ ശിഷ്യന്മാരോട് പല തവണയായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. സുവിശേഷത്തിലാണ് 1-ാം പ്രാവശ്യം, 2-ാം പ്രാവശ്യം, 3-ാം പ്രാവശ്യം, 3 പ്രാവശ്യമായിട്ടാണ് കാണിക്കുന്നത്. പല പ്രാവശ്യം ഈശോ ശിഷ്യന്മാരോട് താൻ എന്തിനാണ് വന്നത്, എന്താണ് തന്റെ ഉദ്ദേശം, താൻ സഹിക്കണം, കുരിശിൽ മരിക്കണം എന്നെ ഈശോ പറയുന്നു. പക്ഷെ 3-ാം സ്ഥാനത്ത് 3-ാമത് പറയുമ്പോൾ
പത്രോസ് ഈശോയെ മാറ്റി നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. ശരിക്കും പറഞ്ഞാല് ഇത് ഈശോയെ തടസ്സപ്പെടുത്തുകയാണ് പത്രോസ്. ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്രോസ് ഈശോയെ തടുക്കുക, അത് ഈശോയെ ആശ്വസിപ്പിക്കാനായിട്ട് അവൻ ശ്രമിക്കുക. ആദരം കൂടുതൽ ഈശോയെ ആശ്വസിപ്പിക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നത് നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാണ്. എന്നാൽ ഈശോ പത്രോസിനോട് പറയാണ്, സാധാരണ എന്ന് വിളിച്ചൊന്നാണ് ഈശോ അവനെ നേരിടുന്നത്. കാരണം നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികം. ഇന്ന് ഭക്തിയായ സ്ത്രീകളെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അവരോട് ഈശോ ദേഷ്യപ്പെട്ട് ഒന്നും പറയുന്നില്ല. മറിച്ച് ഈശോ പറയുന്നതാണ്, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയും, എന്നെ ഓർത്തല്ല നിങ്ങൾ കരയേണ്ടത്. കാരണം രണ്ടും ഈ കരച്ചില് എന്ന് പറയുന്നത് ഒരു ദുർബലപ്പെടുത്തുന്നതാണ്. നമ്മുടെ ജീവിതത്തിലായിക്കോട്ടെ, ഈ സമൂഹത്തിലായിക്കോട്ടെ, എന്തൊരു കാര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ ചുറ്റും ഇരുന്ന് കരയുന്ന ഒരു ജനക്കൂട്ടമാണ് നമ്മുടെ ചുറ്റുമുള്ളതെങ്കിൽ നമ്മളുടെ ബലം ചോർന്നു പോവുകയാണ്. അത് നമ്മളെ പിന്നോട്ട് വലിക്കുന്നതാണ്, നമ്മളെ തടസ്സപ്പെടുത്തുന്നതാണ് കരച്ചിലുകൾ. അതേപോലെ ചില വാക്കുകൾ, ഈ വാക്കുകളാണ്, ഈ ഒരു വാക്കാണ് പത്രോസിന്റെ വായിക്കുന്നത്. ഭക്തരായ സ്ത്രീകളും കരഞ്ഞുകൊണ്ട് ഈശോ വരുമ്പോൾ ഈശോ പറയുകയാണ്, എന്നെ ഓർത്ത് നിങ്ങൾ കരയേണ്ട, മറിച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയും. എന്നാൽ ഈശോ സാത്താനെ എന്ന് വിളിച്ച പത്രോസിനെ വിളിച്ച ഇച്ചിരി കട്ടി കൂടിയ വാക്കുകളൊന്നും സ്ത്രീകളുടെ മേലെ ഈശോ പറയുന്നില്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. കാരണം പത്രോസ് ഈശോയുടെ കൂടെ നടന്ന, ഈശോയുടെ 3 വർഷത്തോളം ഈശോയോടൊപ്പം നടന്ന് ഈശോ ശിഷ്യപ്പെടുത്തി, ഈശോ പറഞ്ഞു പഠിപ്പിച്ച്, ഈശോ സഹനത്തെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ഈശോ ദൈവത്തിൻ്റെതായ എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചവരാണ്. ആ പത്രോസ് വീണ്ടും ഈശോയോട് ഈ തളർത്തുന്ന, ദുർബലപ്പെടുത്തുന്ന, അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്ന, പിന്നോട്ട് വലിക്കുന്ന വാക്കുകൾ പറയുന്നത് ഈശോ സാത്താനെ വിളിച്ചു മാറ്റുന്നു. ഇതിന് നമുക്കൊരു ഉദാഹരണം മംഗളവാർത്ത കാലത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ സക്കറിയായോടും മറിയത്തോടും ദൈവദൂതൻ പറയുന്ന ആ മംഗളവാർത്ത ഒന്നാണ്. മറിയത്തോട് എന്ന് പറയുന്നുണ്ട്, നീ ഒരു പുത്രനെ ഗർഭം തരും. സക്കറിയായോട് പറയുന്നുണ്ട്, നീ ഒരു മകന് ജന്മം കൊടുക്കും. എന്നാൽ രണ്ടുപേരും ദൈവദൂതനോട് പറയുന്ന പ്രതികരണത്തിന്റെ വാക്കുകളൊന്നാണ്, ഇതെങ്ങനെ സംഭവിക്കും. എന്നാൽ രണ്ടുപേരോടും ദൈവത്തിന്റെ സമീപനം, അല്ലെങ്കിൽ ദൈവദൂതന്റെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ മറുപടി രണ്ട് രീതിയിലുള്ളതായിരുന്നു. അത് വ്യത്യാസം. കാരണം സക്രിയ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. അതേപോലെ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. ദൈവവചനം, ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ചും ദൈവത്തിന്റെ ബലത്തെക്കുറിച്ചും എല്ലാം, സാന്നിധ്യത്തെക്കുറിച്ചും എല്ലാം സമൂഹത്തെ പറഞ്ഞ് പഠിപ്പിക്കാൻ, ബോധ്യപ്പെടുത്താനായിട്ട് വിളിക്കപ്പെട്ട, പഠിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അതിനാൽ അവൻ അതിനു വേണ്ടിയിട്ട് അവന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. അവന്റെ ജീവിതത്തിലേക്ക് ദൈവം വന്നിട്ട്, നീ ഒരു പുത്രന്റെ ജന്മം കൊടുക്കും, നിന്റെ ഭാര്യ ഗർഭം ധരിക്കും പറഞ്ഞപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തെ ആവശ്യപ്പിക്കണം. എന്നാൽ കന്യകയായ മറിയം ആ വചനത്തെ ഇതെങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചപ്പോഴേക്കും അത് അതിന്റെ കാരണങ്ങളുണ്ടായിരുന്നു. കാരണം അവൾ വിവാഹിതയായിരുന്നു, എന്നാൽ സക്രിയയ്ക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടും മറുപടിയാണെങ്കിലും രണ്ടുപേരോടും ദൈവം കൊടുക്കുന്ന ഉത്തരം രണ്ടു തരത്തിലാണ്. അതുപോലെ തന്നെ ഇന്ന് സ്ത്രീകളോട് പറയുകയാണ്, നിങ്ങൾ എന്നെ ഓർക്കല്ല കരയുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയും. മത്തായിയുടെ സുവിശേഷത്തില് 9-ാം അധ്യായത്തില് ഈശോ ജനങ്ങളെ കാണുമ്പോൾ പറയുന്നത്, അവർക്ക് ഈശോയ്ക്ക് അവരുടെ അനുകമ്പം എന്ന് പറയും. 9-ാം അധ്യായം 36-ാം അധ്യായത്തിൽ ഈശോയ്ക്ക് അവരുടെ മേൽ അനുകമ്പുന്നുണ്ട്. കാരണം അവർ ഇടയനില്ലാത്ത ആളുകളെ പോലെ പരിഭ്രാന്തൻ, ബലഹീനരുമായി. അതുപോലെ തന്നെ ഇന്നും ഈശോ ഈ ഭക്തിയായ സ്ത്രീകളെ കാണുമ്പോൾ ഈശോയ്ക്ക് അവരോട് സഹതാപം തോന്നുന്നു. കാരണം ഇവർക്ക് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുമെന്ന് പറയും. കാരണം ഈശോ ശിഷ്യന്മാർക്കൂടെ പ്രാർത്ഥിക്കുന്ന ഭാഗമാണ്. ഈശോ ശിഷ്യന്മാർക്കൂടെ പ്രാർത്ഥിക്കുന്നത്, ഈശോയെ, ദൈവമേ പിതാവേ, ഞാൻ ഈ ലോകത്തിലാണ്, എന്നാൽ ഇവർ ഈ ലോകത്തിലാണ്. ഞാൻ ഇവർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് വേണ്ടിയിട്ടല്ല. കാരണം ഇവർ ലോകത്തിലാണ്. ഇവരെ ഈ ലോകത്തിന് എടുക്കണമെന്നല്ല,
മറിച്ച് ഈ സാത്താനിൽ നിന്നും ഇവരെ സംരക്ഷിക്കണം, ബലപ്പെടുത്തണം. നമ്മൾ പത്രോസിനോട് പറയുന്നുണ്ട് ഈശോ, നിന്നെ സാത്താൻ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റും, നീ വീഴാതിരിക്കാനായിട്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് മാതാപിതാക്കളോട് നമ്മൾ ഓരോരുത്തരോടും ഈശോ നമ്മളോട് പറയുകയാണ്, നിങ്ങളെ ഓർത്ത്, നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയും. കാരണം വിശ്വാസത്തിന്റെ പേരിൽ ക്രിസ്തുവിനെ പറ്റി നമ്മൾ സഹിക്കാൻ തുടങ്ങിയെന്ന് പറയും. വിശ്വാസത്തെ പറ്റി നമ്മൾ ഒരുപാട് സഹിക്കേണ്ടി വരും. ആ സഹനത്തില് വീഴാതിരിക്കുവാനായിട്ട്, ആ സഹനത്തില് ആ പ്രതിസന്ധികളിൽ നമ്മൾ തളരാതിരിക്കുവാനായിട്ട്, അതിനകത്ത് വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനായിട്ട്, ക്രിസ്തു വരുമ്പോൾ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പറ്റാതെ ക്രിസ്തു വന്നപ്പോൾ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പറ്റാതെ പോയ യഹൂദരെ പോലെ നമ്മുടെ മുമ്പിൽ ക്രിസ്തു രണ്ടാമത് മുഖത്തോടെ വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മുമ്പിൽ പ്രകടമാകുമ്പോൾ, ദൈവത്തിന്റെ കരം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുമൊക്കെ പ്രകടമാകുമ്പോൾ അത് കാണാൻ പറ്റാതെ, അത് വിശ്വസിക്കാൻ പറ്റാതെ, ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കാൻ പറ്റാതെ, ദൈവത്തിന്റെ കാരണത്തിൽ വിശ്വസിക്കാൻ പറ്റാതെ അവിശ്വസിച്ച് പോകാതിരിക്കാനായിട്ട് നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയും എന്ന് ഈശോ നമുക്ക് വേണ്ടി നമ്മളോട് പറയുക. അപ്പോ ഈശോയുടെ കുരിശിന്റെ വഴി ധ്യാനിക്കുമ്പോൾ ആ കുരിശിനോർത്ത് കരയാതെ, മറിച്ച് ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ, ഈശോ എനിക്ക് വേണ്ടി ചിന്തിയ, എനിക്ക് കൊടുത്ത വില, എനിക്ക് വേണ്ടി ചിന്തിയ അവനെടുത്ത പീഡനങ്ങളും അതോർത്തുകൊണ്ട് ഈശോയെ തിരിച്ച് സ്നേഹിക്കാനായിട്ട് നമുക്ക് ദൈവം കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഓരോ ജീവിതത്തിലുള്ളവരും ഈശോ പറയുന്നുണ്ട്, അധികം നൽകിയെന്ന് ഞാൻ അധികം ചോദിക്കും. നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നേക്കുന്ന ദൈവാനുഭവങ്ങളും ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകളും അതനുസരിച്ച് ഓരോരുത്തരുടെ ജീവിത അന്തസ്സ് വഴി ഒരു പുരോഹിതനോട് ചോദിക്കുന്ന, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരോട് ചോദിക്കുന്ന, സാധാരണ വിശ്വാസിയോട് ചോദിക്കുന്ന, അല്ലെങ്കിൽ ഒരു ധ്യാനഗുരുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഒന്നാണെങ്കിൽ ഓരോരുത്തരും കൊടുക്കേണ്ട ഉത്തരം വ്യത്യസ്തമാണ്. സാത്താനോൻ പത്രോസും ഭക്തിയായ സ്ത്രീകളും ഒരേപോലെ ഈശോയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഭക്തി സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചു. പത്രോസ് ആകട്ടെ ഇതെന്ത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഈശോയെ ആശ്വസിച്ചു. എന്നാൽ രണ്ടുപേരെയും ഈശോ സമീപിക്കുന്നത് രണ്ടു തരത്തിൽ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈശോയെ കൂടുതൽ സ്നേഹിക്കുക, കർത്താവെ എന്ന് വിളിച്ച് കരയാനും ഈശോയുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് വിലപിക്കാനാണ്, മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയാനായിട്ട്, അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. അതിനാൽ ഉപശക്തനായ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആണ്. ഹലോ, ഹലോ ഹലോ, കേൾക്കാം. ഓക്കെ. താങ്ക് യു അച്ഛാ. നമുക്ക് പ്രത്യേകിച്ച് ഞാൻ യാത്രയുടെ ഇടയില നമുക്ക് ലിജുവച്ചനെ ഓർക്കാം. ലിജുവച്ചൻ ഒരു വർഷങ്ങളായിട്ട് എനിക്ക് ബന്ധവും പരിചയമുണ്ട്. അച്ഛനൊരു ജീസ്യൂത്താണ്. അത് കഴിഞ്ഞ് ദൈവവിളി തിരിച്ചറിഞ്ഞ് പൗരോഹിത്യ ജീവിതത്തിലേക്ക് വന്നു. നാളെ എന്റെ ഓർഡിനേഷൻ ഡേ ആണ്. എന്താ വെച്ചാ? നാളെ എന്റെ ഓർഡിനേഷൻ ഡേ ആണ്. ഓക്കെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ശുഭ ഒന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അച്ഛന് വേണ്ടി ഓർഡിനേഷൻ ഡേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ലിജുവച്ചനെ പ്രത്യേകമായിട്ട് അവിടുത്തെ കരങ്ങളിലേക്ക് നൽകുന്നു. അവിടുത്തെ കൃപാവരത്താൽ പ്രത്യേകമായി നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവം പ്രത്യേകമായിട്ട് ലിജുവച്ചന്റെ എല്ലാ പൗരോഹിത്യ ശുശ്രൂഷകളെയും ലിജുവച്ചന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അവിടുത്തെ കരങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓർത്ത് ഞങ്ങളങ്ങനെ സ്തുതിച്ച് ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു. അച്ഛനെയും അച്ഛന്റെ ജീവിതത്തെയും അച്ഛന്റെ ഉപദേശത്തെയും എന്റെ പൗരോഹിത്യ ജീവിതത്തെയും എല്ലാം അവിടുത്തെ കർത്താവിലേക്ക് എത്തിക്കൊണ്ട് ഞങ്ങൾ ശസ്ത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു കർത്താവേ എന്ന് പറയുന്നു. ഹല്ലേലൂയ. ദൈവമേ ആരാധിക്കുന്നു കർത്താവേ എന്ന് പറയുന്നു. ഹല്ലേലൂയ. കർത്താവായ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് പ്രത്യേകമായ ദൈവവചനം പങ്കുവെച്ചാണ് ഓരോരുത്തരെയും ഞങ്ങൾ ഓർക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളോട് ദൈവവചനം പങ്കുവെക്കുകയും ഈ 40 ദിനങ്ങളിൽ
ഞങ്ങളുടെ ഈ തീർത്ഥാടനയാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും പങ്കെടുക്കാൻ കഴിയാതെ പോകുന്നവരെല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ കൃത്യമായിട്ട് ഏൽപ്പിച്ച് ഞങ്ങൾ സ്തുതിച്ച് ഞങ്ങൾ അങ്ങനെ മഹത്വപ്പെടുത്ത കർത്താവായ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദിവസനെ പ്രത്യേകമായിട്ട് വലിയ നോയമ്പ് കാലഘട്ടങ്ങളിൽ അവിടുന്ന് പ്രത്യേകമായ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും എല്ലാം ചേർത്ത് വെച്ച് കർത്താവ് ഈ തീർത്ഥയാത്ര ഞങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹപ്രദമായി തീരുമാനമായിട്ട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പോളിംഗ് മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവത്തിന് വേണ്ടിയുള്ള എല്ലാ അധ്വാനത്തെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. ഹല്ലേലൂയ ദൈവമേ, ആരാധന ദൈവമേ, മഹത്വ ഹല്ലേലൂയ ദൈവമേ, ആരാധിക്കുന്ന കർത്താവായിട്ട് നമ്മുടെ കൊച്ചു പ്രാർത്ഥന മാടിച്ചേട്ടാ, നമ്മുടെ കൊച്ചു പ്രാർത്ഥനയ്ക്ക് അവസരം. എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എന്റെ കാവൽ മലാഖയെ, ഈ ലോകത്തിൽ ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞ് ദൈവഹിതം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷമാകാനും സുവിശേഷമേകാനും അങ്ങനെ നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനും എന്നെ സഹായിക്കണമേ. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന തിരുക്കുടുംബമേ, ഞങ്ങൾ നന്മ വളരാൻ കൃപ ചെയ്യണമേ. ആമേൻ. നമുക്ക് മാതാവിന്റെ ഒരു ഗാനം ആരംഭിക്കാം. ഒലിവിയ. അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അപ്പമില്ലാതാകുമ്പോൾ, അമ്മേ അമ്മേ തായേ അപ്പമില്ലാതാകുമ്പോൾ അപ്പത്തിൽ വാഴുന്നവരെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും കുരിശു വരച്ച് അവസാനിപ്പിക്കാം. ശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. നാളെ നമുക്ക് കാണാം. ഇന്ന് മിസ്സിന് പോകുന്ന എല്ലാവരും ഞങ്ങളെ 30 പേരും ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചിരുന്നു. ഓക്കെ.